ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ മീൻ പത്തിരി അല്ലെങ്കിൽ മീനപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് പുഴുങ്ങലരി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഉപയോഗിച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ അനുവദിക്കാം. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മെയിൻലി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ചെമ്മീന്, അയക്കൂറ, ആവോലി, അയില എന്നീ ഫിഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ഫ്രൈ ആയാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കണം. ഒരു പ്രത്യേകതരം മസാലയാണ് ഇതിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള ആവശ്യമാണ്. പിന്നെ വേണ്ടത് 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 മുതൽ 5 വരെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മിക്സിയിലോട്ട് ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നല്ലവണ്ണം അരച്ചിട്ട് വേണം നമുക്കിത് മസാല ആക്കി എടുക്കാൻ. തരിതരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സവാളയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇത് അരഞ്ഞു കിട്ടാൻ മതിയാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് നമുക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിരിക്കുന്ന അതേ പാനിൽ തന്നെ ഇട്ടുകൊടുക്കാം. ഇത് നമുക്ക് ഇതിന്റെ പച്ചക്കുത്ത് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ മാവ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 സവാള അരിഞ്ഞത്, നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അല്പം ഒരു തരിതരിയോട് കൂടി വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നമുക്കിതൊരു വലിയ ബൗളിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് അല്പാൽപമായി അരിപ്പൊടി ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. നല്ല തിക്ക് ഡോ ആയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവമാവുന്നത് വരെ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു പീസ് വാഴയിലയോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വിരിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് മാവിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്ത് ഇതിലേക്ക് വെക്കാം. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം പ്രസ് ചെയ്തൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂണോളം
തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. സൈഡ് അല്പം വിട്ടിട്ട് വേണം നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കായി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ മറ്റൊരു പത്തിരി കൂടി കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഫസ്റ്റ് തയ്യാറാക്കി വെച്ച പത്തിരിയുടെ മുകളിലേക്കായി വെച്ച് കൊടുക്കാം. നമുക്കിത് കൈ ഉപയോഗിച്ച് സൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് ഫോയിൽ പേപ്പർ ഒന്നുകൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിത് സ്റ്റീമറിൽ വെച്ച് ഏകദേശം ഒരു 30 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ സ്റ്റീം ചെയ്തെടുക്കണം. നമുക്കിത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്കായും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.